ഇന്ന് നമ്മോടൊപ്പമുള്ളത് മനോജാണ്. വാസ്തവത്തിൽ ഹിസ്റ്ററി പഠിച്ച് ഭൂമിശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞ് ഭൂമിശാസ്ത്രത്തിൽ ഒരുപക്ഷെ നിലവിലുള്ള ഇത്രയും കാലം തുടർന്നു വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പഠനം എത്തിയിട്ടുണ്ട്. ദീർഘകാലമായി ഈ രംഗത്ത് ഗവേഷണത്തിലാണ് മനോജ്. അതിന് തെളിവുകൾ സഹിതം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് മനോജിന് കഴിയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ശാസ്ത്രലോകം അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു ലോജിക് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു പക്ഷേ ഇത് ലോകം അംഗീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തകിടം മറിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഭൂമിശാസ്ത്ര പഠന രംഗത്ത്, അതുപോലെ കാലാവസ്ഥ പഠന രംഗത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ തുടർച്ച. കേരള ഇൻസൈറ്റിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. സ്വാഗതം. എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും ഉയരത്തിലുള്ള പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ വേനൽക്കാലമായി നല്ല ചൂടായാൽ നമ്മൾ പോകും, ഉടൻ പോണത് ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിലേക്കാണ്, ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൊടൈക്കനാൽ പോവും, അല്ലെങ്കിൽ ഊട്ടിയിൽ പോവും, അല്ലെങ്കിൽ നമ്മളിവിടെ അടുത്തുള്ളവരൊക്കെ ഇപ്പോൾ കോഴിക്കോടന്മാരൊക്കെ ആണെങ്കിൽ വയനാട്ടിലേക്ക് പോകും. അങ്ങനെ ഏറ്റവും ഒരു പക്ഷേ ഉയരം കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. നമ്മളൊരു നോർമൽ ലോജിക്കിൽ വെച്ച് നോക്കുമ്പോൾ സൂര്യനോട് ഉയരം കൂടുന്തോറും സൂര്യനോട് അടുത്ത പ്രദേശങ്ങളായിരിക്കുമല്ലോ അത്. അപ്പോൾ അവിടെയാണ് ചൂട് കൂടുതൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇത് അങ്ങനെയല്ല അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മനോജ് ഒരു ബേസിക് കാര്യമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഈ ഒരു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പഠനത്തിലേക്ക് പോയി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് എത്തിപ്പെടുന്നത് മനോജ്? പഠനത്തിലേക്ക് പോയത് ഞാൻ രണ്ടാമത് പറയാൻ തോന്നുന്നു. അത് ചോദിച്ച ചോദ്യം വളരെ എല്ലാവരും കാര്യമായിട്ട് എല്ലാവർക്കും, നമ്മൾ സാധാരണക്കാർ മുതൽ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. സൂര്യൻ്റെ അടുത്തേക്കല്ല, നമ്മൾ ഉയരം കൂടുമ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് എത്തുന്നു, ചൂട് എങ്ങനെ കുറയുന്നു? അതിപ്പോൾ നമ്മളത് പറയുമ്പോൾ നമ്മൾ ഇന്ന് ജൂലൈ 4 വരുന്നത്. ഇപ്പോഴത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഇതിൻ്റെ സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും അകലം വരുന്നൊരു സമയമാണ്. ഇങ്ങനെ അകലം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് അത് അത്ര പെട്ടെന്ന് പിടിയിട്ടില്ല. നമ്മൾ വാർഷിക ചലനത്തിൻ്റെ ഭാഗമായിട്ട്, അത് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു ചലനം ഉണ്ടല്ലോ, വാർഷിക ചലനം. ഒരു വർഷം കൊണ്ട് 365 ദിവസം കൊണ്ട് സൂര്യനെ നമ്മൾ ഭൂമി ഒരു തവണ ചുറ്റുന്നത്. ഭ്രമണപഥം എന്നുള്ളത് കറക്റ്റ് ഒരു വൃത്തമല്ല, ഒരു ദീർഘവൃത്തം എന്നാ പറയുക. അപ്പൊ ആ ദീർഘവൃത്തം എന്ന് പറയുമ്പോൾ കുറച്ച് വലിച്ചു നീട്ടിയ ഒരവസ്ഥ. അതിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും അകലെ വരുന്നത് 15.2 കോടി കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഭൂമി ഉള്ളത്. അതായത് സൂര്യനിൽ നിന്ന് 15.5 കോടി കിലോമീറ്റർ അകലത്തിലാണ് ഭൂമി ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമുക്കറിയാം, ഇപ്പോഴാണ് നമുക്ക് ലോകത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഉഷ്ണതരംഗങ്ങളായാലും വേണ്ടില്ല, ചൂട് ഏറ്റവും കൂടുന്ന, അതിൻ്റെ എരിപൊരി സഞ്ചാരത്തിലുള്ള ലോകമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ തന്നെ അതിൽ ഒരു ഫാക്ട് വന്നു, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലുള്ളപ്പോഴാണ് ഭൂമിയിൽ ചൂട് കൂടുന്നത് എന്ന്. ഇനി ഇതേ ഭാഗം തന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ സഞ്ചരിച്ച് ഒരു 6 മാസം സഞ്ചരിച്ചാൽ നമുക്ക് പതിയെ തണുപ്പ് തുടങ്ങായി. ഒരു നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്ക്, ഡിസംബർ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഇതിൻ്റെ 6 മാസം കഴിഞ്ഞു. നമ്മൾ അപ്പോൾ എത്തുന്നത് 147 മില്യൺ എന്ന് പറയുന്നത്, അതായത് 14.7 കോടി കിലോമീറ്റർ അടുത്തെത്തി സൂര്യനോട്. അപ്പോഴത്തെ നമുക്കുള്ള അവസ്ഥ അറിയാലോ, ലോകം മൊത്തം മഞ്ഞ് മൂടുന്ന കാലമാണ്, തണുപ്പാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ മരം കോച്ചുന്ന തണുപ്പും, എല്ലായിടത്തും തണുപ്പും മഞ്ഞ് വീഴ്ചയും വരുന്ന സമയമാണ് വിന്റർ സീസൺ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത്, അതായത് 14.7 കോടി കിലോമീറ്റർ അടുത്തെത്തുമ്പോഴാണ് ഇതിൽ വരുന്നത്. ഈ രണ്ട് ഡിസ്റ്റൻസ് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. സൂര്യനോടുള്ള അകലവും അടുപ്പവുമല്ല ഈ പറഞ്ഞ ചൂടിന്റെ ആധാരം എന്നുള്ളത്. പക്ഷെ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നത്, നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ പഠിക്കപ്പെടുന്നത്, നമ്മളെ ചൂടിന്റെ ആധാരം സൂര്യപ്രകാശം മാത്രമാണ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളാണ്. പ്രകാശം എന്ന് പറയാൻ പാടില്ല, ഒരുപാട് സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് നമ്മളെല്ലാം ആകാശത്തേക്ക് നോക്കിയിട്ടായിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരെ തിരിച്ചു പിടിക്കേണ്ടത്. നമുക്ക് വളരെ വ്യക്തമായി സയൻസിന് അറിയുന്ന കാര്യമാണ്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ അകക്കാമ്പിൽ എന്താണല്ലേ, തിളച്ചു മറിയുന്ന ലാവയാണ് അവിടെ ഉള്ളത്. ആ മാഗ്മ
ഏറ്റവും കുറഞ്ഞത് 1200 ഡിഗ്രി ഒക്കെയാണ് അതിൻ്റെ ചൂട്. ഉം, ഉം, അത് ഏറ്റവും കോറിലേക്ക് എത്തുന്നതോട്, അത് ഏറ്റവും ഉള്ളിലേക്ക്, അകക്കാമ്പിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് 5000 ഡിഗ്രിയുടെ മുകളിൽ പോകുന്നുണ്ട്. പോട്ടെ, നമുക്ക് അത്രയ്ക്കൊന്നും പോകണ്ട, അതൊക്കെ ഒരുപാട് ദൂരമുള്ള. ഈ പറഞ്ഞ അകക്കാമ്പിൽ നിന്ന് ഏറ്റവും പുറത്തേക്ക് വരുന്ന ലാവയുടെ ചൂട് ഒരു 1200 അല്ലെങ്കിൽ 700 800 ആ റേഞ്ചിലേക്കാണ് നമുക്ക് ലാവ ഉരുകി വലിച്ച് നമ്മൾ അഗ്നിപർവ്വതം കാണുന്നുണ്ട്. ഉം, ഉം. അപ്പം നമുക്ക് എന്തായെന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ ഉള്ളിൽ 24x7x365 നമുക്ക് അതിഗംഭീരമായ ചൂട് അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് എത്ര നമ്മൾ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ ഇതിൽ കേൾക്കാത്തതെന്നുള്ളതുകൊണ്ട് അവിടെ നമുക്ക് വരുന്നത് ഭൂഫലകങ്ങളുടെ പ്രത്യേകതകളാണ്. ഭൂഫലകം എന്ന് പറയുമ്പോൾ ഈ ലാവയുടെ മുകളിൽ നിന്ന് നമ്മൾ പറയില്ലേ, ഒരു മുട്ടത്തോട്, നമ്മളൊരു കോഴിമുട്ട എടുക്കുക, കോഴിമുട്ടയുടെ ഉള്ളിൽ മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് അകക്കാമ്പാന്ന് കൂട്ടിക്കോളൂ. അതിന്റെ ചുറ്റുമുള്ള വെള്ളയുണ്ടല്ലോ, അത് നമ്മൾ ഈ മാഗ്മയെന്ന് കൂട്ടിക്കോളൂ. ഏറ്റവും പുറമെ നമ്മൾ കാണുന്ന ആ വെള്ള നിറത്തിലുള്ള തോടുണ്ടല്ലോ, ആ തോടിനോട് നമുക്ക് നമ്മുടെ ഈ ഭൂഫലകങ്ങളെ കൂട്ടാം. അത്രയും തിക്നെസ് ആണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണത്തിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഒരു സൂക്ഷ്മദർശിനിയൊക്കെ വെച്ചിട്ട് മറ്റേ മുട്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ മുട്ടയിൽ മേളിൽ ആ മുട്ടത്തോട്ടിൽ നിറയെ കുഴികൾ കാണാം, അതായത് ചെറിയ കുഴികൾ കാണാം. അതൊക്കെയാണ് നമ്മളെ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണേ. അപ്പോൾ ഈ ഉള്ളിലുള്ള ചൂട് ഫുൾ ടൈം അവിടെ ഉണ്ട്, ഒരു തടസ്സമല്ല. പക്ഷെ അതാകെ വരുന്ന എന്താണ്, ഈ ഭൂഫലകങ്ങളുടെ അറിയാലോ, ഇതെല്ലാം പല വൻകരകളായി തിരിഞ്ഞത് നമ്മൾ അറിയുന്നുള്ളൂ. സമുദ്രങ്ങളുടെ അടിയിൽ ഇപ്പോഴും എന്തുണ്ട്, ഈ ഫലകങ്ങളുടെ ഇടയ്ക്കുള്ള വിള്ളലുകളിലൂടെ ഫുൾ ടൈം ലാവകൾ വമിക്കുന്നുണ്ട്. അത് വേറൊരു പഠന വിഷയമാണ്, അത് നമുക്ക് ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അത്തരം ചൂട് അവിടുന്ന് ഫുൾ ടൈം ബഹിർഗമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അഗ്നിപർവ്വതങ്ങൾ പൊട്ടി അതെ, ഇപ്പൊ അത് ഇത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയൊരു ആക്ടിവിറ്റീസ്, അത് വലിയൊരു പഠന വിഷയമാണ്, പഠന ഭാഗമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പോകാം. നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ചൂട് കൂടുന്നു, അല്ലെങ്കിൽ ഉയരങ്ങൾക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ചൂട് കുറയുന്നു എന്നാണല്ലോ വരുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, ഈ മാൻഡിലിൽ നിന്ന്, അതായത് നമ്മൾ ആ കോറിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ മുകളിലുള്ള ആ ഭൂഫലകത്തിൻ്റെക്ക് മേലേക്ക്, അതിപ്പോൾ പറയാലോ നമ്മൾ തറനിരപ്പ് ഒരു പർവ്വതം അല്ലെങ്കിൽ അങ്ങനെ ഉയരുകയാണല്ലോ, അങ്ങനെയല്ലേ നമുക്ക് ഉയരം പറയാൻ പറ്റുള്ളൂ. ആ ഉയരം തോറും എന്താണ്, ഇതിന്നുള്ള ചൂട് കുറയുമല്ലോ ഉള്ളിൽ നിന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു സാധനം വെച്ച് പാചകം ചെയ്യുന്നു, അടുപ്പിൽ തീയുണ്ട്, അപ്പോൾ ചീനച്ചട്ടിയിലുള്ള ചൂടാവും. ചീനച്ചട്ടീൻ്റെ മേലെ നമുക്ക് ആ ആവി പൊങ്ങുന്നത് കാണാം, കൈ വെച്ചാൽ നമുക്ക് ചൂടാവും. ഒരുപാട് ഹൈറ്റിൽ വെച്ചാൽ എന്തായി, നമുക്ക് ആ താഴത്തെ ചൂട് കിട്ടില്ല, ഇല്ലല്ലോ. അതുപോലെയാണ് ഇതും ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഊട്ടിക്ക് പോവാം, മൂന്നാറിക്ക് പോവാം, നമ്മളെ വയനാടിക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് എളുപ്പം പോവാറുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ ഇന്ന് നിലവിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉള്ള ആ ഒരു തറനിരപ്പുണ്ടല്ലോ, നമ്മളെ ആ തറനിരപ്പിൽ നിന്ന് നമ്മളിവിടെ ചുരം കയറി പോകുന്നതോടുകൂടി നമ്മൾ ഏകദേശം ഒരു 1800-2000 മീറ്റർ ഹൈറ്റ്, അതായത് ഒരു 2 കിലോമീറ്ററോളം ഹൈറ്റ് മാറി. ഈ ഹൈറ്റ് മാറുമ്പോൾ നമ്മളെ ഭൂമിയോട് ഉപരിതലത്തിനോട് ചേർന്ന ഭാഗത്താണ് ഏറ്റവും ചൂട് കൂടിയ നീരാവി വരുന്നത്. അതായത് ഈ വെള്ളം ആവിയായി പോകുന്ന നീരാവി വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. ഇതൊക്കെ ചൂടിനെ ആഗിരണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ചൂട് പിടിച്ചു നിർത്തുന്ന വസ്തുക്കൾ. അതിലാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റീം ബാത്ത് പോലെ നമ്മൾ ഇരുന്ന് പുഴുങ്ങിയ അവസ്ഥയിലേക്ക് വരും. ഇത് ഹൈറ്റ് കൂടുന്തോറും നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ ഇത്ര ഡെൻസിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇവരെ ഈ പറഞ്ഞ കുറച്ചുകൂടെ അതായത് അതിലേറ്റവും ബേസ് ആയിട്ടുള്ളത് നൈട്രജനാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. 78% നൈട്രജൻ വരുന്നുണ്ട് അന്തരീക്ഷത്തിൽ. പിന്നെ വരുന്നത് ഒരു 21% ഓക്സിജൻ വരുന്നുണ്ട്. ഈ രണ്ടും ഒരിക്കലും സൂര്യപ്രകാശത്തിലെ രശ്മികളേറ്റ് ആഗിരണം ചെയ്യുന്നില്ല, അവ കടത്തി വിടുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് പോലെയാണ് അത് വർത്തിക്കുന്നത് വേണേൽ പറയാം. അപ്പൊ ഇത് അതിലൂടെ പാസ് ചെയ്യുന്നതോടുകൂടി അത് ചൂട് പിടിക്കില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ നീരാവി ചൂടുള്ളതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ചൂട് ആഗിരണം ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ആഗിരണം ചെയ്യുന്ന അതിൽ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കൂടും. ഓക്കെ, ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മല കയറി ഒരു വയനാട്ടിലോ ഒരു മൂന്നാറിലോ ഒരു ഊട്ടിയിലോ എത്തുമ്പോഴേക്ക് നമ്മൾ എത്രയായി, 2 കിലോമീറ്റർ, അതായത് 2200-300 മീറ്റർ ഹൈറ്റ്, അതായത് സമുദ്രനിരപ്പിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് അളക്കുക. ലോകത്തെല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ് അത് പറയുന്നത്. അത് വേറൊരു വിഷയമായിട്ട് പറയേണ്ടതാണ്, നമുക്കതിലേക്ക് പിന്നെ വരാം. അത് ഈ ഹൈറ്റ് കൂടുമ്പോൾ നമ്മൾ എന്തായി, ഈ തറനിരപ്പിൽ നിന്ന് നമ്മൾ ഉയർന്നു.
ബേസ് അതാണ് ഒന്ന്. അതായത് താഴെ നിന്നുള്ള ചൂട് നമുക്ക് ഈ മലമുകളിലേക്ക് എത്താൻ കുറച്ചുകൂടെ വൈകുമല്ലോ. ഇത് ഇത്രയും ചൂടായിട്ട് വേണ്ട, അതായത് അന്തരീക്ഷം ചൂടായിട്ട് വേണം. പിന്നെ ഈ ഭൂമിയുടെ ഈ തിക്നെസ് ഉള്ള പർവ്വതങ്ങളുടെ ഭാഗം ചൂടായാൽ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമ്മളെ കാലിൻ്റെ അടി ചൂടാവുള്ളൂ, നമ്മളെ നിൽക്കുന്ന ചുറ്റുപാട് ചൂടാവുള്ളൂ. പോരാത്തത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അന്തരീക്ഷത്തിന്റെ ഓക്സിജൻ കുറച്ചുകൂടെ ഉള്ള ഭാഗം അല്ലെങ്കിൽ നമ്മളെ നൈട്രജന്റെ കണ്ടന്റ് കുറച്ചുകൂടെ മിക്സപ്പ് ആവും. അവർ രണ്ടുപേരും ഒരേ സാന്ദ്രതയാണ്, ഏകദേശം ചെറിയ മൈന്യൂട്ട് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതെന്ന് വെച്ചാൽ അത് മിക്സപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇത്ര ചൂടുണ്ടാവില്ല. കാരണം അവിടെ ചൂട് പിടിക്കുന്ന ചൂടിനെ പിടിച്ചു നിർത്തുന്നില്ല, ഓക്സിജൻ ആയാലും കാർബൺ നമ്മളെ നൈട്രജൻ ആയാലും. അപ്പോൾ വേറൊരു ഇവിടെ ചെറിയൊരു സംശയം എനിക്ക് തോന്നുന്നത്, അപ്പൊ സൂര്യന്റെ ചൂട് വരുന്നു എന്നാണല്ലോ ഇപ്പോൾ ഉള്ള നിലവിലുള്ളവർ. അതിങ്ങനെ വരുന്നതും ഒരു പക്ഷെ അവിടെ നൈട്രജനും ഇതും കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ നൈട്രജനും ഓക്സിജനും മാത്രമായതുകൊണ്ട് അതവിടെ തടഞ്ഞു അതിലും അതാ പറഞ്ഞു, രണ്ടെണ്ണം ഫാക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുണ്ട് ചെറിയ ചൂടുണ്ട്. ഇപ്പൊ വയനാട് പോയിട്ട് നമ്മൾ തീ കത്തിച്ചാൽ ചൂടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സീസണിലായി കഴിഞ്ഞാൽ അവിടെയും ചൂടുണ്ട്. അതായത് പകല് നമുക്ക് ചൂടുണ്ട്, പക്ഷെ രാത്രിയും നമുക്ക് ചൂടുണ്ട്. അതിന് നമ്മൾ പറയുന്നത് നമ്മളെ ചൂട് ഇവിടെ പിടിച്ചു വെച്ചിടണം എന്നൊക്കെ പറഞ്ഞ് പല പല കാരണങ്ങൾ, അതിന് ഒരുപാട് കാര്യങ്ങൾ അതിന് പറയാനുണ്ട്. നമ്മൾ ഒരൊറ്റ വാക്കിൽ ഒറ്റ തരത്തിലേക്ക്. പിന്നെ ഇതിന്റെ പേര് തന്നെ ഇപ്പൊ നമ്മൾ ഹൈറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നാണ് ഈ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അവിടെയാണ് നമുക്കിപ്പോൾ അറിയുന്ന ഐസുള്ള മേഖല, അതായത് ഭൂമിയിൽ ഉറഞ്ഞ കട്ടിയായ ഐസ് ഉള്ളത് നമുക്ക് പെട്ടെന്ന് പറയുന്നത് നമ്മൾ ഹിമാലയം പറയും അല്ലെ. ഹിമാലയം ഭൂമധ്യരേഖയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ഏകദേശം ഒരു 8.9 കിലോമീറ്റർ ഹൈറ്റിലാണ് ഹിമാലയങ്ങളിൽ എവറസ്റ്റ് ഉള്ളത്. സ്ഥിരമായി മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ് അവിടെ, ആണല്ലോ. ഏതാണ്ട് 9,000 മീറ്റർ. അതായത് നമ്മൾ അറൗണ്ട് നമുക്ക് പറയുമ്പോൾ ഏകദേശം 9 കിലോമീറ്റർ നമുക്ക് വേണേൽ പറയാം. നമ്മളെ വയനാട് കിടക്കുന്നത് ഒരു 1,900 മീറ്റർ, 2 കിലോമീറ്ററിന്റെ ഹൈറ്റ് ആണ് വരുന്നത്. പിന്നെ അല്ല നമ്മളെ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ ഒക്കെയാണ് നമുക്കിപ്പോൾ സുപരിചിതമായ തണുപ്പുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ 2,200, 2,300 മീറ്റർ ഏകദേശമാണ് കേട്ടോ, അതിന്റെ അക്യുറേറ്റ് അല്ല. ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ സമുദ്രത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് അവിടെ ഇതാണ്. പക്ഷെ നമുക്കറിയാലോ, സൂര്യപ്രകാശം ഏറ്റവും ആദ്യം ഹൈറ്റുള്ള സ്ഥലത്തല്ലേ തട്ടുക. അപ്പൊ അവിടുത്തെ മഞ്ഞല്ലേ ആദ്യം ഉരുകേണ്ടത്. പക്ഷെ അവിടെ ഉരുകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുകുന്നില്ല എന്ന് തന്നെ പറയണം. അത് 1-2 കാര്യങ്ങൾ വേറെ ചേർത്ത് പറയേണ്ടതാണ്. നമ്മൾ ശാസ്ത്രീയ കളരണത്തിനല്ല ഈ പോകുന്നത്. നമ്മൾ ആദ്യം കോമൺ മെൻസ്, സാധാരണക്കാരുടെ കോമൺ ലോജിക്കിനുള്ള ഉത്തരാണ്. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ 9 കിലോമീറ്ററിന്റെ അടുത്തുള്ള ഹൈറ്റുള്ള ഹിമാലയത്തിൽ നമുക്ക് ഫുൾ ടൈം നമ്മൾ മഞ്ഞ് കാണും. ഇനി പോട്ടെ, നമുക്ക് ട്രോപ്പിക്കൽ സോൺ, അതായത് ഉഷ്ണമേഖലാ പ്രദേശം എന്നാണ് നമ്മൾ ഭൂമധ്യരേഖയോട് വരുന്ന 2 വശങ്ങൾ വലിയൊരു പറയുന്നു. അത് അവിടെ ഏത് കാലമായാലും, അതായത് ഉത്തരായനായാലും വേണ്ട, ദക്ഷിണായനായാലും വേണ്ട, ഏത് കാലമായാലും സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും ചൂടുള്ളത്. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ, ആ ഭാഗത്ത് ഐസ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടാണ് ഇപ്പൊ നമ്മൾ ഹിമാലയം ഉള്ളത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഹിമാലയത്തിന്റെ അത്ര വരുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് കിളിമഞ്ചാരോ. നമുക്ക് അറിയുന്ന സംഭവമാണ്. ആഫ്രിക്കൻ വൻകരയിൽ പാട്ടിലൂടെയും ടൂറിസ്റ്റുകളിലൂടെയൊക്കെ ഏറ്റവും അറിയുന്നത്. വെറും 5.5 കിലോമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. നമ്മൾ മറ്റോടത്ത് പോകുമ്പോൾ 9 കിലോമീറ്ററോളം ഹിമാലയം ഉണ്ട്. സൂര്യൻ അല്ല ഭൂമധ്യരേഖ കുറെ ഡിഫറെന്റ് ആണ്, ദൂരം ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ വരുന്നത് ഭൂമധ്യരേഖയോട് വെറും 300 കിലോമീറ്ററിന്റെ അത്രയും അടുത്ത്, വെറും 5.5 കിലോമീറ്റർ ഹൈറ്റിൽ മഞ്ഞുണ്ട്. അപ്പൊ അവിടെ സൂര്യപ്രകാശം തട്ടുന്നില്ലേ? പറയുമ്പോ സഹാറ എന്ന് പറയുന്ന മരുഭൂമി അല്ലെങ്കിൽ ആഫ്രിക്കൻ വൻകര മുഴുവൻ മരുഭൂമിയുടെ ഒരു സ്വഭാവത്തിലാണ് കിടക്കുന്നത്. അവിടെ നമുക്ക് മഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ ഇതിലെന്തോ ഒരു കുഴപ്പമില്ലേ? ഇനി പോട്ടെ, ഹൈറ്റ് അങ്ങോട്ട് നമുക്ക് തിരിച്ച് ചിലിയുടെയും ബ്രസീലിന്റെ ഒക്കെ ഭാഗത്തേക്ക് പോവാം. അവിടെ ഒരു 2.5 കിലോമീറ്റർ ഹൈറ്റിലുള്ള സ്ഥലത്ത് സീസണിൽ മഞ്ഞുണ്ട്. 500 മീറ്റർ ഒക്കെ ഹൈറ്റിൽ മഞ്ഞുണ്ടാവുന്ന തടാകങ്ങളുണ്ട് അവിടെ പർവ്വതത്തിന്റെ മുകളിൽ. അവിടെ സൂര്യപ്രകാശം സീസണിലേ തട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. പക്ഷെ അവിടെയും പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരുപാട് ഡീറ്റെയിലേക്ക് പോകേണ്ട പഠനങ്ങളാണ്. അത് നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് പെട്ടെന്ന് കോമൺ മെൻസിന്റെ അതിനുള്ള സാധാരണക്കാർക്കുള്ള ഒരു ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റ് കൂടുമ്പോൾ സൂര്യപ്രകാശം മാത്രമല്ല നമ്മളെ ചൂട് പിടിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ എവിടെയാണോ നമ്മൾ കഴിയുന്നത് അവിടെ ഏറ്റവും താഴ്ന്ന പ്രദേശമായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശങ്ങൾ ഉണ്ടാവും. പ്ലസ് നീരാവി, വേപ്പർ ധാരാളം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ നീരാവി ആദ്യം പൊങ്ങുക ഇവിടെയാണല്ലോ.
അതിന് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് അത് അവിടെ ഉണ്ടാവും. അതിന്റെ ആ ചൂട് പിടിക്കുമ്പോൾ മാത്രമാണ് ഇത് പൊങ്ങി പൊങ്ങി പോവുള്ളൂ. അതുവരെ അത് ഏറ്റവും താഴെയുള്ള ഭാഗം തന്നെ. അപ്പൊ ഈ ചൂട് കൂടുമ്പോഴാണ് ഈ നീരാവി മുകളിലേക്കും പാസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചൂടില്ലാത്ത അവസ്ഥയിൽ അത് നീരാവി തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. അതിപ്പോൾ നമുക്കറിയാം, ഈ ഉത്തരായനം ദക്ഷിണായനം ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്നുണ്ട്. ഭൂമിയുടെ കറക്കത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഭൂമിയുടെ സ്വന്തം കറക്കത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ 365 ദിവസം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നുള്ളൊരു ധാരണയും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇതോടൊപ്പം തന്നെ ഭൂമിയുടെ അച്ചുതണ്ട് സ്വന്തമായി അച്ചുതണ്ടിൻ്റെ ചെരിവ് വെച്ചുകൊണ്ടുള്ള ഒരു കറക്കത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് മനോജിന്റെ പഠനത്തിന്റെ ഒരു കേന്ദ്രം അല്ലെ? ശരിക്കും ഇതിന്റെ ഒരു അടിസ്ഥാനം, ഈ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങളിലേക്ക് പോകാനുള്ള ഒരു അടിസ്ഥാനം ഇതാണ്. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നേരെ വ്യത്യസ്തമായിട്ടൊരു രീതിയാണ്, അല്ലെങ്കിൽ അതിന്റെ കാലഗണന 365 ദിവസം അല്ല എന്നുള്ളതാണ് മനോജ് പറയുന്നത്. എങ്ങനെയോ ഒന്ന് വിശദീകരിക്കാമോ? അത് എനിക്ക് തോന്നുന്നു, ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മളെ പുസ്തകങ്ങളിൽ അന്ന് ഏറ്റവും ആദ്യം വരുന്നത്, ഒരാളിങ്ങനെ നിർത്തും, എന്നിട്ട് അതിന് ചുറ്റും ഒരു കുട്ടീനെ കൊണ്ട് ഇങ്ങനെ വട്ടം കറക്കും, എന്നിട്ട് പറയും ഇത് ആ നടുവിൽ നിൽക്കുന്ന ആള് സൂര്യനാണ്, ഇവിടെ ഇങ്ങനെ ചുറ്റുന്ന ആള് ഭൂമിയാണ് എന്ന് സങ്കല്പിക്കണം എന്ന് പറഞ്ഞ് പഠിച്ച ഒരു ലോകത്തു നിന്നാണ് നമ്മളൊക്കെ ശാസ്ത്ര ലോകത്തേക്ക് പിച്ച വയ്ക്കുന്നത്. അതായത് നമുക്കറിയാം, ഭൂമി സ്വയം തിരിയുന്നുണ്ട്. അപ്പൊ ഒരു സാങ്കല്പിക അച്ചുതണ്ട് എന്നാണ് അതിന് പറയുന്നത് അല്ലെ? ആ അച്ചുതണ്ടിൽ നിന്ന് സ്വയം തിരിയുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് തിരിയുന്നു. ഓക്കെ, ആ തിരിയുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നു. അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി തിരിയുന്നത്. അതുകൊണ്ട് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുന്നത് നമുക്ക് ഫീൽ ആവുന്നു. അങ്ങനെയാണ് നമുക്ക് കിഴക്ക് സൂര്യൻ ഉദിക്കലും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കലും നമ്മൾ ബേസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് തർക്കമില്ലാതെ അങ്ങനെ പോയിക്കോട്ടെ. അടുത്ത ഘട്ടം വരുന്നത്, ഇതേ കറങ്ങുന്നതിന്റെ ഒപ്പം തന്നെ സൂര്യനെ ഭൂമി ഒരു പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അതിൽ ആ കറങ്ങുന്നത് ഭൂമിയുടെ ഈ കറക്കത്തിന് 365 ദിവസമാണ് ഒരു വർഷമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 365 അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷം നമ്മൾ 365 എടുക്കും. ഈ ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്യും. 4 വർഷം കൂടുമ്പോൾ അതിനെടുത്തിട്ട് ഫെബ്രുവരിയിൽ ഒരു ദിവസമായിട്ട് അതിവർഷം എന്ന് പറഞ്ഞു കൂട്ടും. അവിടെയും നമ്മൾ ശരിക്കും കണക്ക് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ച് അതൊന്നും എടുത്തു വെക്കുന്നില്ല, അപ്പൊ പോവുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഈ ഒരു ദിവസത്തിന് 4 വർഷം കൂടുമ്പോഴേ നമ്മൾ ഫെബ്രുവരി 29 അതിവർഷം എന്നുള്ള പോലെ പറയുന്നു. അതിൽ ഈ കറക്കത്തിൽ വരുന്ന ഒരു സംഭവം, ഇതിൽ നമുക്ക് ഫീൽ ആവുന്ന ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഭൂമി നമുക്ക് 2 സമതിരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് രാവും പകലും ഒപ്പം വരുന്ന ഒരു 12 മണിക്കൂർ രാവും പകലും വരുന്ന ഒരു രീതി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് വരുന്നത് വർഷത്തിൽ 2 ദിവസം. അതായത് ഒന്ന് വരുന്നത് മാർച്ചിലാണ്, രണ്ടാമത് വരുന്നത് ഒന്ന് സെപ്റ്റംബറിലാണ്. അതായത് മാർച്ച് 21, 23 എന്നുള്ള ആ ഒരു ലൈൻ വരും. അതേപോലെ സെപ്റ്റംബർ 22, 23 ആ ഒരു ലൈനിക്കാണ് അതിന്റെ അക്യുറേറ്റ് ഡേറ്റ് കാര്യങ്ങളല്ല നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അതിന്റെ സംഭവം പറയുന്നത്. അപ്പൊ അത് 2 സ്ഥലത്തെത്തുമ്പോൾ എന്താണ്, ഈ സൂര്യനും അതിന്റെ മിഡിൽ, അതായത് നമ്മളെ മധ്യഭാഗവും ഭൂമധ്യ ഭാഗവും ഏകദേശം ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ഭൂമിയുടെ 2 ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവത്തിലേക്കും സമമായിട്ട് രാവും പകലും ഉണ്ടാവുന്നതാണ് അതിന്റെ അവസ്ഥ. അങ്ങനത്തെ 2 തവണ ഒരു വർഷം സംഭവിക്കുന്നു. ഓക്കെ, അടുത്തത് വന്നിട്ട് നമുക്ക് പിന്നെ ഫീൽ ആവുന്നത് ഒരു ഉത്തരായന ചലനം, ഒരു ദക്ഷിണായന ചലനം നമുക്ക് നടക്കുന്നുണ്ട്. അതായത് മാർച്ചിന് ശേഷം നമ്മുടെ ഭൂമിയിലേക്ക് വടക്കോട്ട് സൂര്യൻ ചലിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ആളുകൾക്ക് മൂവ് ചെയ്യാം. അതായത് നേരെ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് പകരം കുറച്ച് വടക്കോട്ട് ആള് ഒന്ന് ചായും. അങ്ങനെ പോയിട്ട് അതിന്റെ ഒരു പീക്ക് എത്തുന്നത് ഈ പറഞ്ഞ ജൂലൈയിലാണ്. ജൂലൈ 2, 3 ഇന്നിപ്പോ നമ്മൾ ഈ ഡേറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ജൂലൈ 3 ഒക്കെ ആകുമ്പോഴേക്കാണ് അതിന്റെ ഏറ്റവും പീക്കിലെത്തി പൂർത്തിയാക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ആളിങ്ങനെ തിരിച്ച് ഇറങ്ങാൻ തുടങ്ങും. ഇറങ്ങിയിട്ട് സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്ക് വീണ്ടും നമ്മളൊരു സമദിനരാത്രത്തേക്ക് എത്തും. അതായത് ഒരു കയറ്റവും ഇറക്കം ഈ 6 മാസം കൊണ്ട് വരുന്നുണ്ട്. ഇതേപടി തന്നെ സെപ്റ്റംബറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദക്ഷിണായന ചലനം തുടങ്ങും. അതായത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ മൂവ് ചെയ്യണത് തെക്ക് ഭാഗത്തേക്ക്, നമ്മൾ കുറച്ചുകൂടെ മലയാളികൾ വെച്ച് പറഞ്ഞാൽ അതും കൂടെ ആയിരിക്കും, ദക്ഷിണേനേക്കാളിലൊക്കെ നല്ലതായിരിക്കും. തെക്കോട്ട് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് വന്നിട്ട് ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഒരു ഡിസംബർ 20 ചില്ലാനം എത്തുമ്പോഴേക്ക് ലാസ്റ്റ് എത്തും. പിന്നെ ആള് വീണ്ടും തിരിച്ചിറങ്ങി മാർച്ച് എത്തുമ്പോഴേക്ക് എത്തുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഒരു കയറ്റം ഉറക്കം അവിടെയും വരുന്നുണ്ട്, ഇവിടെ ഒരു കയറ്റം ഉറക്കം വരുന്നുണ്ട്. 2ന്റെ ഇടയിലും ഒരു ഈക്വൽ സ്റ്റെപ്പും ഉണ്ട്, ഉറപ്പാണ്.
ഈ ഒരു ചലനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ പുസ്തകത്തിൽ ഞാനത് നോക്കിയിട്ട് ശരിക്കും ആകെ എനിക്ക് ഇതുവരെ അത് പിടികിട്ടിയില്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു, എന്താണ് അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് അറിയാതെ, അത്ര അധികം അറിയാത്ത ഒരു ചലനമാണ്. ഇപ്പൊ 2 ചലനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്വയംഭ്രമണവും വാർഷിക ചലനമായ ഇതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതല്ലാതെ ഒരു ചലനം ഉള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ട് പറഞ്ഞല്ലോ, ആക്സിൽ. ഈ ആക്സിൽ ജസ്റ്റ് 23 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഇപ്പൊ ഉള്ളത്. അതിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. ഒരു 24 റേഞ്ചിലേക്കും 21 റേഞ്ചിലേക്കും അത് ചെറുതായിട്ടൊരു ചാഞ്ചാട്ടങ്ങൾ ഉണ്ട്. അതല്ല അതിന്റെ വിഷയം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കേസാണ്. അതിന്റെ ഈ ഒരു പ്രിസിഷൻ എന്നുള്ള ഈ അച്ചുതണ്ടിന് ക്ലോക്ക് വൈസിൽ, ഘടികാര ദിശയിൽ ഇങ്ങനെ ഒരു കറക്കമുണ്ട്. അതിപ്പോ നമ്മളത് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അത് പറയുന്നത് ഈ പമ്പരം കറങ്ങുന്നില്ല. പമ്പരം ജസ്റ്റ് കറക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പമ്പരം എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മളെ കാലഘട്ടത്തിൽ അറിയായിരിക്കും. അതായത് ആ പമ്പരം ജസ്റ്റ് ഒരു നിന്ന് കറങ്ങല്ല ചെയ്യാം. ഈ കറങ്ങുന്നതിന്റെ ഇടയിൽ ആൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കറക്കം കാണും, എന്നിട്ട് വീണ്ടും കറങ്ങും ദേവടി. അപ്പൊ ഇങ്ങനത്തെ ഈ ചെരിഞ്ഞ അവസ്ഥയിൽ തന്നെ ഇതില് ഇങ്ങനെ ഒരു മൊത്തം കറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വന്നിട്ട് ശാസ്ത്രം അറിയുന്ന ആ രീതി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് 25,771 വർഷം വേണം ഒരു തവണ ഈ ചെരിവ് ഒരു തവണ പ്രിസഷൻ, അതായത് നമ്മളെ അച്ചുതണ്ട് ഒരു തവണ കറങ്ങാൻ വരുന്ന ടൈമാണ് ഏകദേശം അറൗണ്ട് 26,000 വർഷം. അങ്ങനെയാണ് പൊതുവെ അത് പറയാറ്. അത് പൊതുവെ നമ്മളെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഈ ജിയോളജി അല്ലെങ്കിൽ അതുമായി വിഷയപ്പെട്ട ഗോളാന്തര ഇത് പഠിക്കാത്ത ആരും അറിയാത്തൊരു വിഷയമാണ്. അത് അവര് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇത് നാസയുടെ ഇതല്ലേ കണക്കോ എന്താണ്? അല്ല, ശാസ്ത്രത്തിലെല്ലാം ഇത് ഉള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അതെല്ലാം പഠിക്കണം. പക്ഷെ അവിടെ ഒരു പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരായനവും ദക്ഷിണായനവും ഒക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംഭവത്തിന് 365 ദിവസം കൊണ്ട് നമ്മളെ പുസ്തകത്തിൽ ചിത്രത്തിലും വീഡിയോ ഇപ്പൊ നിങ്ങളൊക്കെ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം വെറും 365 ദിവസം കൊണ്ട് ഈ പറഞ്ഞ ചെരുവിനെ നമ്മളൊരു ഗ്ലോബ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്ത ധാരാളം സംഭവം കാണിക്കാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവര് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർബിറ്റൽ പ്ലെയിൻ, അതായത് ഭൂമിന്റെ ഭ്രമണപഥം ഉണ്ടല്ലോ, ഒന്ന് സൂര്യനിൽ നിന്ന് അകലേക്ക് മാറുന്നു ഈ ചെരിവ്. തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഭ്രമണപഥത്തിൽ ഇപ്പൊ ഇവിടെ സൂര്യൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ, അതായത് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് മാറുന്നു. പിന്നെ ഒന്ന് വരുന്നത് ടുവേർഡ്സ് സൂര്യനിലേക്ക് ചെരിയുന്നു. 2 സംഭവങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചെരിവിനെ, അതായത് ഉത്തരാർദ്ധഗോളം സൂര്യനിലേക്ക് ചെരിയുന്നു, അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളം സൂര്യനിലേക്ക് ചെരിയുന്നു. അപ്പോഴാണ് ഉത്തരായനം ദക്ഷിണായനം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലും, അതേപോലെ സമദിനരാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ക്രോസ് ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളതും വിവരിച്ചിട്ടുള്ളതും സകല ശാസ്ത്ര ബുക്കിലും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ബേസിക് ആയൊരു വിഷയമാണ്. അപ്പൊ അത് ഒരുപാട് കാലം മുമ്പ് എനിക്ക് തോന്നുന്നു ഈ പ്രീസഷൻ അല്ലെങ്കിൽ പുരസരണം എന്ന് പറയുന്ന ഈ ചലനത്തെ ആധുനിക ശാസ്ത്രലോകം പഠിക്കുന്നതിനെയും തിരിച്ചറിയുന്നതിനേക്കാട്ടിലും മുൻപ് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ആകാശം നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണല്ലോ കുറച്ചുകൂടെ കാര്യങ്ങളുള്ളത്. അപ്പൊ അന്ന് ഈ ഗ്രഹങ്ങളിലും നമുക്കറിയാം, നമ്മുടെയൊക്കെ പല ഗ്രഹങ്ങളും ഇത് നമുക്ക് ഇതുണ്ടല്ലോ, നമ്മളെ ജ്യോതിശാസ്ത്രം വളരെ വികസിതമാണ്, പ്രത്യേകിച്ച് ഭാരതത്തിൽ. അത് ലോകം മൊത്തം ഉണ്ട് കേട്ടോ, ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. അപ്പൊ ആ ജ്യോതിർഗോളങ്ങളെ നിരീക്ഷിക്കല് പണ്ട് മരുഭൂമി ആയിരുന്നാലും കാടായിരുന്നാലും ഒക്കെ മനുഷ്യൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് മനുഷ്യന് ആധുനികമായിട്ട് നമ്മൾ കരയിലല്ല നമ്മൾ പഴയ ആൾക്കാർ അടയാളം വെക്കുക. എന്നുവെച്ചാൽ കര ഏത് സമയം മാറും എന്ന് അവൻ അറിയായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അവൻ യാത്ര ചെയ്തിരുന്നു. അതിന്റെ ദിക്ക്, സമയം എല്ലാം. രാത്രി നക്ഷത്രങ്ങൾ, പകല് സൂര്യൻ. എന്നുവെച്ചാൽ പകൽ അവന് കണ്ണ് കാണും. അപ്പൊ എന്താണ്, സൂര്യനെ നോക്കിയിട്ട് അവന് എവിടെ കിഴക്ക് ഉദിച്ചു പടിഞ്ഞാറ് ഉദിച്ചു എന്ന് വെച്ചാൽ അവന് ദിശ മനസ്സിലാക്കാൻ പറ്റും. രാത്രി സൂര്യനില്ല, അപ്പൊ എന്ത് ചെയ്യും, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ബേസ് ചെയ്തിട്ടായിരുന്നു പഴയ ദിശകളുണ്ടായിരുന്നു. അതിനൊപ്പം തോന്നുന്ന ഈ നക്ഷത്രങ്ങൾ ഓരോ കാലത്ത് എവിടെ ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായി പഠിച്ച് അതങ്ങനെയാണ്. അതിന് നാവിഗേഷനൊക്കെ അതിലാണ് വരുന്നത്. പ്രത്യേകിച്ച് സമുദ്രയാത്രകളും ഇതൊക്കെ വരുന്നത്. അതിലൊക്കെ നമ്മളെ കേരളീയർക്ക് വളരെ വളരെ, കേരളീയ എന്ന് പറയാൻ പറ്റില്ല, കേരളം പേര് റീസെന്റ് ആയിട്ടെങ്കിലും നമ്മളെ മലയാളികൾക്ക് വളരെ വളരെ ഗംഭീരമായ അറിവുകൾ ഉണ്ടായിരുന്നു പണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രിസഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ബേസ് തിരുത്തേണ്ടത് ആദ്യം അവിടെ പോയി തിരുത്തണം.
ഈ ഇപ്പൊ മനോജ് 365 അങ്ങനത്തെ ഒരു ധാരണയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാസയുടെ ചിത്രങ്ങൾ നേരത്തെ കാണിച്ചു തരണ്ടായി. അപ്പൊ അത്തരം ഒരു പഠനങ്ങൾ വന്നതിന് ശേഷമാണ് എങ്ങനെയാണത് മനോജ് ഈ ഒരു രീതിയിൽ? അത് നമ്മളത് തുടക്കം അപേക്ഷിച്ച് സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചരിത്രമാണ് ഡിഗ്രി എടുത്തത്. ചരിത്രം ഡിഗ്രി എടുക്കുമ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ അന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുമ്പോൾ അന്നത്തെ സിലബസ് വെച്ചിട്ട് നമ്മൾ പല രാജ്യങ്ങളുടെയും പഴയ ചരിത്രങ്ങൾ പഠിക്കണം. അപ്പോൾ ആ പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുപാടുകൾ, അത് നമ്മളെ കേരളീയരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒരു പ്രത്യേകതകൾ ശ്രദ്ധയപ്പെട്ടിരുന്നു. നമ്മളുടെ പൂർവികർ ഇവിടെ പണ്ട് കാട് പിടിച്ചിരുന്ന സ്ഥലമായിരുന്നു മലബാർ ഏരിയ, ജനവാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ, എന്താണ് പരശുരാമൻ പുരാണങ്ങൾ പറയുന്ന മഴു എറിഞ്ഞിട്ടുണ്ടായതാണ് കേരളം. ഇത്തരം മിത്തുകളൊക്കെ നമുക്ക് ചില കാര്യങ്ങളിൽ ഉപകരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ മിത്തോളജി എന്നൊരു പാഠ്യവിഷയം തന്നെയുണ്ട്. നമുക്കിവിടെ അത്ര ശക്തമല്ല. അതായത് ഈ പഴയ ഫോക്ലോർ അല്ലെങ്കിൽ പഴയ ആളുകളുടെ വാക്കുകളും കഥകളിൽ നിന്നും വളരെ ഫിൽട്ടർ ചെയ്ത് സ്വർണ്ണം അരിച്ചിരിക്കുന്നതിനേക്കാളും പ്രയാസമാണ് അതിൻ്റെ ആ ദേശസൂചകമായ കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് അവർക്ക് വാമൊഴികളിലായിട്ടായിരുന്നു ഈ ആശയങ്ങൾ പതിവ് തലമുറയ്ക്ക് കൊടുത്തിരുന്നത്. ഇതിൻ്റെ എല്ലാം ചരിത്രം ബേസ് തിരഞ്ഞു പോകുമ്പോൾ നമുക്ക് പല ആളുകളും പല സ്ഥലത്തേക്കും പലായനങ്ങൾ ചെയ്തതിൻ്റെ കഥകളുണ്ട് അല്ലേ. നമ്മൾ പൊതുവെ പറയുന്നത് ആ മനുഷ്യൻ ആഫ്രിക്കയിലുണ്ടായി, എന്നിട്ട് അതിലൂടെ ഓരോ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തു എന്നാണ് നമ്മൾ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് അല്ലേ. നരവംശ ശാസ്ത്രം അതാണ് പറയുന്നത്. അത് നമ്മൾ DNA തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളറിയാലോ, ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ചരിത്രമുണ്ട്. നമ്മുടെ ഇതിൻ്റെ സ്പടികം സിനിമയിൽ പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഇല്ലാത്ത ലോകമല്ല എന്ന് പറഞ്ഞ പോലെ ആ മാത്തമാറ്റിക്സിനും ചരിത്രമുണ്ട്. അപ്പോൾ ചരിത്രമാണ് ഞാൻ പഠിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ ചരിത്രം അതായിരുന്നു, എൻ്റെ അന്വേഷണം. ഇങ്ങനൊരു ആൾക്കാർ, അതായത് മുമ്പേ നമുക്ക് പൂർവികർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിവിടുന്ന് പോകാൻ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാരണം വേണമല്ലോ. അതായത് യുദ്ധങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഇൻഡസ് വാലി ആയാലും ബാക്കിയുള്ള പല സംസ്കാരങ്ങളായാലും, അതായത് നമുക്ക് അറിയുന്ന സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ, ചൈനീസ്, മെസപ്പൊട്ടോമിയ, ഇതിലെല്ലാം പഠിക്കുന്നിടത്ത് ഒരു അവ്യക്തത കിടക്കുന്നുണ്ട്. അവയെല്ലാം വേറൊരു രാജ്യമോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ആക്രമിക്കപ്പെട്ടു പോയതായിട്ടല്ല എവിടെയും പഠിക്കുന്നത്. അതായത് ചരിത്രത്തിൽ നിന്ന് എൻ്റെ വ്യതിചലനത്തിൻ്റെ കഥ പറയുന്നത്. ഭൂമിക്ക് വന്നിട്ടുള്ള അതായത് അവ പെട്ടെന്ന് മണ്ണടിഞ്ഞു പോയത്. അതായത് പല സ്ഥലത്തും എന്താണ്, നമുക്ക് അവിടുന്ന് ആളുകൾ മൂവ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇതായിട്ടുള്ള, അത് മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. അറിയാലോ, മീറ്റർ കണക്കിന് മണ്ണിൻ്റെ അടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നോർമലി പറ്റില്ല. കാലങ്ങൾ ഇപ്പോൾ 3000 വർഷം 2000 വർഷം ഭൂചലനങ്ങളുടെ ഭാഗമായി ഒന്നുകിൽ വലിയ ഭൂചലനം വരണം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരാളുണ്ട്, സമുദ്രം കയറി വരും, അത് വരണം. നമുക്കിപ്പോൾ 2018 നമ്മൾ വെള്ളപ്പൊക്കം എന്താണെന്ന് കേരളീയർക്ക് അറിയാലോ. അതൊരു 2 ദിവസം 3 ദിവസം മഴ പെയ്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഇവിടെ പ്രളയം ഉണ്ടായത്. അപ്പോൾ സമുദ്രം കയറി വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഈ ബേസ് വെച്ചിട്ട് ഇതിനൊരു റീസൺ തിരഞ്ഞു പോവുകയാണ്. ഞാനും അങ്ങനെ അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഒന്നും ലഭ്യമല്ല. നമ്മൾ എനിക്ക് തോന്നുന്നു 80കളുടെ അവസാനവും 90കളിലൊക്കെയാണ് ഞാനിത് തരാൻ പോകുന്നത്. 90കളിലാണ് നമ്മൾ ഡിഗ്രി ഫൈനൽ കഴിഞ്ഞിട്ടാണ് പിന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ നമ്മളെ അന്നത്തെ അവൈലബിളായ നമ്മളെ ഭൂവിജ്ഞാന പഠന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരായിട്ട് കത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ ചോദ്യം, ഇവിടെ വല്ല അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായോ? അപ്പം എന്താണ്, അപ്പം അത് കിലോമീറ്റർ കണക്കിന് ദൂരമുള്ള ഭൂസ്ഥിതി മൊത്തം മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാവ മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു റിലീസ് വരുമ്പോൾ നമ്മൾ പുകേൻ്റെ റിലീസ് വന്നു കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ദൂരത്തേക്ക് പിന്നെ ആകം ഇത് പൊടി മൂടിപ്പോവും. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുക, മണ്ണ് ചൂടാവുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ നിന്ന് വല്ലതും പോയതിൻ്റെ വല്ല പഠനങ്ങളും ആരെങ്കിലും എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു എൻ്റെ തുടക്കം. 90കളിൽ നമ്മൾ അതായിരുന്നു തിരഞ്ഞിരുന്നത്. പക്ഷേ വ്യക്തമായ ഉത്തരവൊന്നും കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവരുടെ രേഖയില്ല, രണ്ടാമത് ചോദിക്കുന്ന ആളാരാ? നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം. നീ ആരാ അത് ചോദിക്കാൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അതിനുള്ള ക്വാളിഫൈഡ് അല്ല. അപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുന്നവർ ഭയങ്കര ക്വാളിഫൈഡ് ആണെന്ന് അയാൾക്കൊരു ധാരണയുണ്ടാവും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് 2000ൻ്റെ തുടക്കത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഗംഭീരമായി വർണ്ണമഴകൾ പെയ്യുണ്ടായി. ചുവപ്പ് മഴ പെയ്തു, മഞ്ഞ മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞ ദിവസം പേപ്പറിൽ കാണാം. അന്നൊക്കെ നമുക്ക് പേപ്പറിലല്ലേ ഉള്ളൂ ഈ വിവരങ്ങൾ അറിയാം. പേപ്പർ കുറച്ച് TV ഒക്കെയാണ് അന്നൊക്കെ തുടങ്ങുന്നത്. 90കളുടെ ലാസ്റ്റാണ് നമ്മളവിടെയൊക്കെ TV കുറച്ച് സജീവമായി വരുന്നത്. അത്തരം വാർത്തകൾ വരുമ്പോൾ
അതെല്ലാം കളക്ട് ചെയ്യണം. ഉം, ഉം, ഈ കളക്ട് ചെയ്ത ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വർണ്ണമഴകൾ പെയ്യാൻ ഉം, ഉം, ആകാശം ഇപ്പം എന്തായാലും ആരും കളർ കലക്കി വിടില്ല എന്ന് ഉറപ്പാണ്. നമുക്ക് പഠിച്ച സയൻസ് വെച്ചിട്ട് ഉം. ഭൂമിയിലെ വെള്ളം നീരാവിയായി പോയി ആകാശത്ത് വെച്ച് അത് തണുപ്പ് അത് ആകാശം എന്നല്ല നമ്മളൊരു തണുപ്പ് മേഖല പോയി അത് തണുത്ത് വീണ്ടും ഇങ്ങനെ മഴ പെയ്യല്ലേ. അപ്പോൾ കലക്കൽ ആദ്യം ഇവിടെ തന്നെ നടക്കണം, ഉം. വേണമല്ലോ. ഉം. അല്ലാതെ അവിടെ പോയിട്ട് ആരും മിക്സ് ചെയ്യില്ല, പെയിന്റ് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തു. അപ്പോൾ അത്തരം ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ അത്തരം വലിയൊരു കെമിക്കൽ റിലീസ് ഈ മണ്ണിൽ ഉണ്ടാവണം, ഉം. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉണ്ടാവണം. അപ്പോഴാണല്ലോ ഈ കളറ് കണ്ടന്റ് അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫാക്ടറികളെ പോലുള്ള ഇതിന് അത്രയും മാലിന്യം ഇത് പുകയിലൂടെ അന്തരീക്ഷത്തിൽ എത്തണം. ഉം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടും എനിക്ക് ഇവിടെ അതിനൊരു അതോറിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്തു. പിന്നെ അതുപോലെ ആ കാലത്താണ് തോന്നുന്നു എൻ്റെ ശ്രദ്ധപ്പെട്ടത് നമ്മളെ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നൊരു സംഭവം. ഉം. കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ്, ഉം. പക്ഷെ അത്ര അധികം മൈൻഡ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ തുടക്കം ഉണ്ടായിരുന്നു, ആ അന്ന വീട്ടിലെ കിണർ ഇടിഞ്ഞതാണോ, കാരണം അന്ന് അവിടെ ആ കിണറിനെ ആശ്രയിച്ചാവും ഉം. ചുറ്റുപാട്ടുള്ള കുറേ വീടുകൾ ഉണ്ടാവുക, അത് ഇടിഞ്ഞതാണോ എന്ന് പറയും. അപ്പോൾ അത് ഇടിഞ്ഞു താഴുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭൂമിയുടെ നമ്മളെ സ്ഥിരതയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ നമ്മൾ ഭൂമി എന്ന് പറയുമ്പോൾ മൊത്തത്തിലല്ല പറയുന്നത്, നമ്മൾ കഴിയുന്ന അല്ലെങ്കിൽ ആ കിണറുള്ള പ്രദേശത്തിന്റെ ഉം. അവസ്ഥ മോശമാണെന്ന് കാണിക്കുന്ന ഒരു ഇതാണ് ഈ കിണർ ഇടിഞ്ഞു താഴുക. ഭൂചലനങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും. ഭൂചലനങ്ങൾ അതല്ല, അത് വൈഡ് ആയിട്ടുള്ള സംഭവത്തിന് നമ്മൾ ഭൂചലനം എന്ന് പറയുന്നത്. അല്ല, ഇതിപ്പോ ചെറിയ ഇത് ആ പ്രാദേശികമായ സംഭവങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കാര്യമായിട്ട് അറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ മണ്ണിനെ ക്യാൻസർ എന്നാണ് നമ്മളെ സോയിൽ പൈപ്പിങ്ങിനെ ഉം. അറിയപ്പെടുന്നത്. ഉം. അതായത് അതെവിടെയുള്ളതെന്ന് നമുക്ക് മാപ്പ് ചെയ്യാനൊക്കെ പറ്റും, ഉം. പക്ഷേ ഒരു പ്രദേശം മൊത്തം ഒലിച്ചു പോയി കഴിഞ്ഞാലേ നമ്മൾ അതിനെ ബോധവാന്മാരാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ നമ്മൾ കൃഷിയിലേക്കും അതിലേക്കും ഇതിലേക്കും ഒക്കെ പോകണം കേട്ടോ. കുറേ കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ ഭൂസ്ഥിതി അറിയാലോ, സമുദ്രത്തിൽ നിന്നുള്ള ഒരു അറബിക്കടലിനുള്ളൊരു 40 ഡിഗ്രിയോളം അല്ലെങ്കിൽ 30 മേലെ ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കേരളം കിടക്കുന്നത്. അറബിക്കടലിൽ നിന്ന് നമ്മളെ പശ്ചിമഘട്ടം ഭാഗത്തേക്ക് ഇങ്ങനെ. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ പശ്ചിമഘട്ടം മലനിരകൾ മഴമേഘത്തിനെ തടഞ്ഞു നിർത്തുകൊണ്ടാണ് നമുക്ക് മഴ പെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ച നമ്മളെ ധാരണയിലുള്ള, എൻ്റെ ധാരണ വേണേൽ പറയാം, എല്ലാവരെയും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ എന്താണ്, അത് കുത്തി ഒലിച്ച് പെയ്തൊഴിയുന്നത് നമ്മൾ കാണുന്നുണ്ട് പുറത്തു കൂടെ. അകത്ത് പോകുന്ന അതായത് ഭൂമി, അത് ഈ മണ്ണ് കുടിച്ച വെള്ളം പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു ദിവസമല്ല, കാലങ്ങളോളം മഴ പെയ്ത് ഒലിച്ച് മണ്ണ് അടിയിൽ കൂടെ ഒളിച്ചു പോകുമ്പോൾ എന്താവും, അവിടെ അത് ചെറിയ സുഷിരം വലുതായിട്ട് അതൊരു വണ്ടി കടന്നു പോകുന്ന അത്രയും വലുപ്പമുള്ള പാതകളെ പോലെ വികസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈയിടെയുള്ള പല ഭൗമപടലങ്ങളിലും നമ്മളെ ഇവിടെ രേഖകളുണ്ട്. അതായത് ചെങ്കൽ വെട്ടുമ്പോൾ അല്ലെങ്കിൽ ചെങ്കൽ കോറികളൊക്കെ വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുമ്പോൾ തുടർച്ചയായ മണ്ണിടിച്ചിലുകൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം ഒക്കെ ഉണ്ടാവുമ്പോഴും അതിലൊക്കെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ രോഗാതുരമായ ഒരു മണ്ണിന് മേലെയാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു അതായത് ചരിത്രത്തിൽ നിന്ന് മാറി ഞാൻ പോകുന്ന ഭൂമിയെ കുറിച്ച് പഠിക്കാൻ പോയി, അതുവഴി ഈ ഭൂമിയുടെ ഉള്ളിലെ ചലനങ്ങളെ കുറിച്ച് പഠിക്കാൻ പോയി. പിന്നെ അതേപടി പലർക്കും അറിയാത്തൊരു കാര്യമാണ്, പലരും ചോദിക്കുന്നത്. എന്നോട് ഒരു പാലക്കാട് എനിക്കൊരു സുഹൃത്തുണ്ട്, എപ്പോഴും ചോദിക്കുന്നതാ, പാലക്കാട് നിരന്ന സ്ഥലമാണ്, ബാക്കി എല്ലായിടത്തും മലകളുണ്ട്, പക്ഷെ അവിടെ മാത്രം ചൂട് ഇത്തിരി കൂടുതലാണ്, എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. ഞാൻ പറയും പാലക്കാട് ചൂട് കൂടാൻ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ നിരന്ന സ്ഥലമാണ് ഒന്ന്, അതായത് ഫ്ലാറ്റായ ഏരിയ. പിന്നെ പാലക്കാട് മാത്രമാണ് നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ ആ ഭാഗത്ത് ചെറുതായിട്ട് ഒന്നുണ്ട്, എങ്കിലും വെസ്റ്റേൺ ഗട്ട്സ് അറിയാലോ, നമ്മൾ കന്യാകുമാരി മുതൽ അങ്ങ് ഗുജറാത്ത് വരെ കിടക്കുന്ന ഉടനീളമുള്ളതിൽ കാര്യമായിട്ടുള്ള ഒരു വലിയ ഗ്യാപ്പ്, വളയർ ഗ്യാപ്പ് എന്നതിന് പറയാം. ഒരു 30-32 കിലോമീറ്റർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബാക്കി ഏത് സൈഡിലൂടെ റോഡിലൂടെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് തിരുവനന്തപുരം ഭാഗത്തല്ല, ചുരം കയറിയിട്ടേ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്കായാലും കർണാടകയ്ക്ക് പോകാൻ പറ്റുള്ളൂ. പാലക്കാട് ഭാഗത്ത് കൂടെ പോയാൽ നിങ്ങൾക്ക് ചുരമില്ലാതെ വണ്ടി സ്ട്രെയിറ്റ് ഓടിച്ച് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ വെസ്റ്റേൺ ഗട്ട്സ് വിണ്ടു പോയതാണ്. അത് വളരെ പഴക്കമുള്ളതാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പോൾ ആ വിള്ളല് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കേസ് കാണണം. ഇവിടെ മുകൾ ഭാഗം മാത്രമല്ലല്ലോ വിള്ളുന്നത്, ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂഫലകത്തിന്റെ കുറെ അടരുകളാണ് കേട്ടോ, കിലോമീറ്റർ കണക്കിന് വലിപ്പമുള്ളതാണ്. നമ്മൾ ഇത്ര നൈസായിട്ട് പറഞ്ഞാൽ പോരാ, പക്ഷെ എങ്കിലും ആ വിള്ളലിലൂടെ ഒരുപാട് കാലത്തെ വെള്ളത്തിന്റെ പാസേജുകളുണ്ട്. വെള്ളത്തിന്റെ പാസേജ് നേരത്തെ സമുദ്രത്തിന്റെ ചലനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ എല്ലാം ചേർത്ത് പറയേണ്ടതാണ്, വലിയ വിഷയമാണ്.
നമുക്ക് അതിലേക്ക് പിന്നെ അപ്പൊ ഇത് പിന്നെ ഭൂമിയുടെ ഫലകത്തിന്റെ ചലനങ്ങളും അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ സമ്മർദ്ദം, അതെ, അതുപോലെ അത് ചൂട് പുറത്തു വിടുന്നു, ഇത്തരം തീർച്ചയായും. കാര്യങ്ങളുടെ ഭാഗമായിട്ട് ആണ് ഈ പഴയ സംസ്കാരിച്ച മനുഷ്യരെ പഴയ സിന്ധു നദീതട സംസ്കാരം അടക്കമുള്ളത്. ലോകത്ത് എല്ലായിടത്തും ഇത്തരം സംസ്കാരങ്ങൾ ഈജിപ്ഷ്യൻ പലതും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യരില്ലാതെയായി പോവുകയും അല്ല ഒരുപക്ഷെ വെള്ളം കയറി അങ്ങനത്തെ അല്ല, അതിലേക്ക് എത്തുന്നത് തന്നെയാണ്. അത് അവിടെ പ്രിസഷനിലേക്ക് ഒരു വലിയ പങ്കുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് എത്താനുള്ള കറക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം BC കാലഘട്ടത്തിലാണ് നമുക്ക് ഇല്ലാതായിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മളെ 2026 ശരി, ഓക്കെ. ഇപ്പൊ കോമൺ എറ എന്ന് മാറിയിട്ട് മുമ്പ് AD ആയിരുന്നു നമ്മൾ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ കോമൺ എറയാണ്. പ്രിസഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചു പോവുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു 3000 ചില്ലാനം വർഷത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് BC 1000 ആയിരിക്കും. BC 1000 ആണ് കേട്ടോ. അതായത് ഈ 2026 അതിന്റെ പുറകെ ഒരു 1000 വർഷം. അവിടെ എത്തുമ്പോൾ നമുക്ക് 3000 വർഷം, 3000 ചില്ലാനം കൂട്ടിക്കൂടും. അങ്ങനെ എത്തുമ്പോൾ അതായത് ക്വാർട്ടറിന്റെ, അതായത് നമ്മൾ പ്രിസഷന്റെ ക്വാർട്ടർ, ഞാൻ നേരത്തെ ഒരു 26,000 വർഷം പറഞ്ഞല്ലോ, ആ 26,000 വർഷത്തിന്റെ ക്വാർട്ടർ വരുമ്പോൾ 6000 ചില്ലാനം വർഷം. അതിന്റെയും ക്വാർട്ടറിന്റെ പകുതി, ക്വാർട്ടറിന്റെ ഹാഫ്, അതാകുമ്പോൾ 3000 വർഷം അറൗണ്ട്. ആ 3000 ചില്ലാനം വർഷം എത്തുമ്പോഴേക്കും നമ്മൾ എത്തിപ്പെടുന്നത് 1000 BC-കളിൽ, 1000 ചില്ലാനം BC-കളിലായിരിക്കും. ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അതിനപ്പുറമുള്ള മെസപ്പൊട്ടോമിയ, അതിനപ്പുറമുള്ള ചൈനീസ്, ഇതെല്ലാം ഒരു കറക്റ്റ് ടൈം സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിച്ചു പോയതായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. അതിന്റെ റീസൺ എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമുദ്രം, ഭൂമിയുടെ ഈ നമ്മളെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചെരിവ് ഓരോ ഡിഗ്രി മാറണമെങ്കിലും 72 വർഷമാണ് വരുന്നത്. ഇതിനിങ്ങനെ വന്ന് അത് വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ സമുദ്രമാണല്ലോ, നേരത്തെ സമുദ്ര നിരപ്പ് പറഞ്ഞല്ലോ, ആ നിരപ്പിന് ബാലൻസിന് മാറ്റം വരും. സ്വാഭാവികമായിട്ടും അത് അടുത്ത സ്ഥലത്തേക്ക് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ അതിന്റെ മുമ്പിൽ ആൾക്കാരാണോ സംസ്കാരമാണോ? 3000 വർഷം ആയി മുമ്പ് ഇത് സംഭവിച്ചു. അത് അതിന്റെ മുമ്പ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോ ഭാഗത്ത് കൂടി സമുദ്രം അത് വഴിമാറി ഒഴുകുമ്പോൾ അവിടെ അത് വീണ്ടും സമുദ്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന മരുഭൂമി എന്നറിയപ്പെടുന്ന സംഭവങ്ങൾ അതിലാണ് ഈ പറഞ്ഞ ചൈനീസ് സിവിലൈസേഷൻ ആയാലും, ഇൻഡസ് സിവിലൈസേഷൻ ആയാലും, മെസപ്പൊട്ടോമിയ ആയാലും, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒക്കെ മരുഭൂമികളുടെ ഒരു ഏരിയയിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ആ മരുഭൂമിയുടെ ചരിത്രം നമ്മൾ മാറ്റി പഠിക്കേണ്ടി വരും. അപ്പൊ ഈ നിലവിലുള്ള പ്രിസിഷനെ കുറിച്ചുള്ള നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ 365 ദിവസം കൊണ്ട് ഒതുക്കി തീർക്കുന്നതല്ല, അതിനെ മാറ്റി പഠിക്കണം. അതിന് അടിസ്ഥാനം അവിടെയാണ് വരുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നാളെ എന്താണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ഈ രീതിയിലുള്ള പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരുപാട് എഫർട്ട് എടുത്തിട്ട്, ഒരുപാട് പിന്നെ അന്വേഷണങ്ങളിൽ കൂടെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനോജ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്, ഇപ്പോൾ നമ്മുടെ ശാസ്ത്ര ലോകം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് വിശദീകരിക്കാമോ? പഠനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 വർഷത്തോളമായി ഇത്തരം, അതായത് ചരിത്രവും ഭൗമശാസ്ത്രവുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിൽ എനിക്ക് അസസീവ് ആവുന്ന രീതിയിൽ ഞാൻ നമ്മളെ സർക്കാർ അതോറിറ്റികൾ അല്ലെങ്കിൽ ശാസ്ത്ര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 2001 എനിക്ക് ആദ്യമായിട്ട് ഒരു പ്രതികരണം കിട്ടുന്നത് അമേരിക്കൻ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് അമേരിക്കയിലെ ഇതിന്റെ ഏറ്റവും ടോപ്പ് അവിടേക്കാണ് നമ്മുടെ അതിന്റെ സബുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ആൾക്കാർ PhD എടുക്കാൻ പോവുക. AGI എന്ന് പറയും. അവര് നമുക്കൊരു പ്രതികരണം തന്നെ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കളർ മഴയും കിണർ ഇടിഞ്ഞാടും വരുന്ന എനിക്ക് അന്ന് അത്ഭുതം ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെ തൊട്ട് പ്രദേശത്ത് ഒരു പ്രത്യേക നേരത്ത്, വൈകുന്നേരത്ത് നിലം തിളങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് പച്ച നിറത്തിൽ തിളങ്ങും. അപ്പൊ അതൊക്കെ എനിക്കൊരു ജിജ്ഞാസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ആ വിഷയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഒരു പഠനമായിട്ട് അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അവരത് വളരെ വെൽക്കം ചെയ്തിട്ട്, നിങ്ങളിത് അത്രയും ഡീറ്റെയിൽ ആയി പഠിച്ചല്ലോ എന്നുള്ള രീതിയിലുള്ള മറുപടി എനിക്ക് കിട്ടുന്നതോടുകൂടിയാണ് എനിക്ക് ഇവിടെ അവാർഡ് കിട്ടിയ പ്രതിഭ. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നും പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്യാത്ത വിഷയമാണ് അവിടുന്ന് ഗംഭീരമായിട്ടൊരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മറുപടി. അവരെന്നിട്ട് പറഞ്ഞിട്ട് അവരുടെ ഇതിന്റെ പഠന വിഭാഗങ്ങളിലേക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഗവൺമെന്റിന്റെ അതോറിറ്റികളുടെ ഫുൾ അഡ്രസ്സ് വെച്ചിട്ട്, അതായത് ഇന്ത്യയിലെ കംപ്ലീറ്റ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ അഡ്രസ്സും വെച്ചിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നില്ല, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ്.
നമ്മളവിടെ പിന്നെ സാധ്യത ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അതോടിട്ടു. പിന്നെ നമ്മളെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അതുപോലുള്ള യൂണിവേഴ്സിറ്റികൾ അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ വ്യക്തമായ മറുപടി ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അത് വന്നിട്ട് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് നമ്മൾ യുനെസ്കോ ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. UN അവർ ആണല്ലോ അതിൻ്റെ ഒരു ആഗോള ടീമുകൾ. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ യുനെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ഇതൊക്കെ കൂടി എല്ലാ വിദ്യാഭ്യാസവും എല്ലാം വരുന്ന വിഭാഗമാണ്. അവരിലേക്ക് എത്താൻ പറ്റി എനിക്ക്. അവരിലേക്ക് എത്താൻ പറ്റിയപ്പോൾ അവരെന്നോട് പറഞ്ഞത് എൻ്റെ നമ്മൾ തുടക്കം വെച്ച ആ ഒരു പ്രിസഷൻ്റെ മൂമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അപ്പോൾ അത് ഏറ്റവും ബേസിൽ എന്നെ തെറ്റുണ്ട് എന്ന് ഞാൻ സ്ഥാപിച്ചത് അവർക്ക് ഏകദേശം ഉൾക്കൊണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഓരോ ഫണ്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IGG എന്ന് പറഞ്ഞുള്ളൊരു ഇതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാണ് നമ്മളിത്. അതിൻ്റെ ഹെഡ് എനിക്ക് പറഞ്ഞത് നിങ്ങളിത് നിങ്ങളുടെ പ്രദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുക. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാദേശികമായുള്ളൊരു അറിവാണ്, അതിനെ ഏറ്റവും സ്റ്റുഡൻസ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ ചെയ്തിട്ട് ലോകത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അങ്ങനെ ഒന്ന് നോക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണകൂടം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ സ്റ്റേറ്റ്, അവർക്ക് അറിയാത്തതുകൊണ്ടുള്ള ഇതിൽ പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രലിൻ്റെയോ അതോറിറ്റിയെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു വിഭാഗം ഉണ്ടാവും, അവരെ ഇത് അറിയിക്കുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അവരത് ടേക്കപ്പ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ ലോകത്തിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കളുടെ ഏറ്റവും അടുത്ത ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഞാൻ ആദ്യം വിചാരിച്ചത് ജിയോളജി വിഭാഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ജിയോളജി വിഭാഗത്തിന്റെ ഹെഡ് ഒരു ശ്രീജ മേഡം ഉണ്ടായിരുന്നു, ഡോക്ടർ ശ്രീജ. വളരെ ഫ്രണ്ട്ലിയാണ്, ഞങ്ങൾ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്കും അവരുടെ സിലബസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിൻ്റെ പാഠ്യവിഷയങ്ങളും ചെയ്യേണ്ട വലിയ തിരക്കുകളുള്ള ആളാണ്. അപ്പോൾ അതിനിടയിൽ ഇതിനെങ്ങനെ പറയില്ലേ, എങ്ങനെയാണ് അവർക്കിത് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ ഇട്ടു. പിന്നെ അതേടി കേരള യൂണിവേഴ്സിറ്റിയിലെ ജിയോളജി വിഭാഗ ഹെഡ് സുഹൃത്താണ്, അവർക്കും ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരും പറയുന്നത് എന്ന് വെച്ചാൽ വിഷയമൊക്കെ സംഭവമാണ്, പക്ഷെ നമുക്കിതിനെ ഞങ്ങളുടെ പരിമിതിയിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ അറിയില്ല അറിഞ്ഞു. പിന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VCയെ ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അത് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിനും അറിയാത്തതുകൊണ്ട് അതവിടെ ഇട്ടു. പിന്നെ നമുക്ക് ഇതിനൊരു സാധ്യത എനിക്ക് അറിയുന്നത്, നമ്മളെ സ്റ്റേറ്റിന് ഒരു കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗമുണ്ട് തിരുവനന്തപുരത്ത്. അതിൻ്റെ ഹെഡ് നമ്മുടെ CM ആണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ചെയറായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് എൻ്റെ ഈ പറഞ്ഞ ഫൈൻഡിങ്സ് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഇത് പറഞ്ഞില്ല, അതൊരു ചെറിയ തരി മാത്രമാണ്. അതിൻ്റെ തുടർച്ചയായ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ബാക്കി കഥകൾ മുഴുവൻ തിരുത്തൽ നമുക്ക് വലിയ വിഷയം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റവും വലിയ തെറ്റിനെ നമ്മൾ തിരുത്തുക തന്നെ മലയാളി ലോകത്തിന് ചെലുത്തി എന്നുള്ള ഒരു ഫെയിം വരും. അത് ചെറുതല്ലല്ലോ. നിലവിൽ 100-400 വർഷമായി നമ്മൾ നിലവിലുള്ള ഒരു സംഭവത്തിന് ഇതിൽ ഇത്രയും വലിയ തെറ്റാണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയാൻ, അത് വിളിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സർക്കാർ അതോറിറ്റീനെ ബന്ധപ്പെടുമെന്ന്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ എന്തിൻ്റെയൊക്കെയോ കുഴപ്പമായതുകൊണ്ടാവാം ഇതുവരെ അത് എത്തിയിട്ടില്ല. നേരിട്ട് കുറെ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ടെങ്കിലും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ഭാവിയിൽ വരാൻ പറ്റുമെന്ന് കരുതുന്നു. ഇപ്പൊ നമ്മൾ സമുദ്രങ്ങളുടെ കുറെ ഡീറ്റെയിലുകളും കുറച്ചൊക്കെ കൊടുത്തോണ്ടാണ് തോന്നുന്നു യുനെസ്കോന്റെ ഓഷ്യൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മൊത്തമുള്ള ഒരു സമുദ്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അവരുടെ യുനെസ്കോൻ്റെതാണ്. അപ്പൊ അതിലേക്ക് ഓൾറെഡി ഒരു 2 വർഷമായിട്ട് എൻ്റെ ഓഷ്യൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൽ നമ്മളവിടെ ഉണ്ട്. അതായത് നമുക്ക് വേറെ മെച്ചങ്ങളൊന്നുമില്ല, പക്ഷെ അവര് നമ്മളുടെ പഠനങ്ങളൊക്കെ എടുത്തിട്ട് അല്ല അവര് നമ്മളെ അസസ് ചെയ്തിട്ട് നമ്മൾ അതിലൊരു പറയില്ല ഇയാൾക്ക് ഇതിനെ കുറിച്ച് എന്തോ അവഗാഹം ഉണ്ട് എന്ന്. കാരണം നമ്മൾ പഠനങ്ങൾ നോക്കിയിട്ടാണ് അവർ അപ്രൂവ് ചെയ്താലേ നമുക്ക് ആ സൈറ്റിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുള്ളൂ. ഇപ്പൊ നിലവിൽ 2 വർഷമായിട്ട് നമ്മളവിടെ ഓഷ്യൻ എക്സ്പെർട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഓഷ്യൻ എക്സ്പെർട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ PhD വിഷയങ്ങൾ അറിയാലോ, അവിടെ ഇന്ന ജീവികളുണ്ട് അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ പറയുന്ന PhD വിഷയങ്ങളിലുള്ള ലിസ്റ്റാണ് അതിലുള്ളത്. അതിൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ എമർജൻസി അഡ്മിനിസ്ട്രേഷനാണ്.
അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല് സമുദ്രങ്ങളുമായി വരുന്ന എമർജൻസി ആയിട്ട് എന്താ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിസ്ക്രിപ്ഷനുമായി വരുമ്പോൾ ഇതിനി ഏത് വഴിക്കാ വരിക നമുക്ക് അറിയില്ല. അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വിഷയത്തിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിന് അത്യാധുനിക ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ വേണ്ടതാണ്. നമുക്കിത് കൂടുതൽ പിന്നെ വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടരാം. തുടരാം. ആവട്ടെ.